ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ, എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു ക്യാരറ്റ് തോരനും ഒരു സവാള പച്ചടി എന്ന് വേണമെങ്കിൽ പറയാം, ഒഴിച്ചു കൂട്ടാനായിട്ട് തൈര് കൊണ്ടൊരു പച്ചടിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഫുള്ള് കാണണം, എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. താങ്ക് യു. നാടൻ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബോണോട് കൂടിയ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പീസായിട്ടാണ് മുറിച്ചേക്കുന്നത്. കണ്ട, ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതിലോട്ട് 1 സ്പൂൺ തൈര്, നല്ല കട്ടിയുള്ള തൈര്. ഇനി ഇതിലോട്ട് ഒരു 4-5 ചെറിയ വെളുത്തുള്ളി അല്ലി, 1 കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാവേ. നമുക്ക് നന്നായിട്ട് തിരുമ്മിയിട്ട് ഒരു 1/2 മണിക്കൂർ അത് മാറ്റി വയ്ക്കാം കേട്ടോ. ചിക്കൻ ആവുമ്പോഴേക്കും നമുക്ക് ഒരു തോരൻ ഉണ്ടാക്കാം. ഞാനൊരു 4-5 ഇടത്തരം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇടത്തരം സവോള ചെറുതാക്കി അരിഞ്ഞ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിയതും, പിന്നെ 1 കപ്പ് തേങ്ങ ഇത് ചിരകി വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പ് വെച്ചു, അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഞാനൊരു വെജിറ്റബിൾ ഓയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ ചൂടായതിലോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോളയെല്ലാം ഇടാണ്. കടുക് പൊട്ടി കഴിയുമ്പോൾ സവോള ഇഞ്ചി മുട്ടിട്ട് കൊടുക്കുവാണ്. കുറച്ച് കറിവേപ്പില ഒന്നങ്ങ് വഴറ്റിയിട്ടു കേട്ടോ. ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുവാണ്. എരിവുള്ള മുളക് പൊടിയാണ്. ഒന്നുകൂടെ അങ്ങ് വഴറ്റാം. ഒരുപാട് മൂത്തൊന്നും പോവണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ വഴന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാവേ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടാണേ. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മേലോട്ട് ഈ തേങ്ങ എടുത്തിടുവാണേ. തേങ്ങ ഇട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. മൂടി വെച്ച് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കാവേ. ക്യാരറ്റിന് ഒരുപാട് വേവൊന്നുമില്ല, പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ. നമുക്ക് ഇടി പിടിയുന്നൊരു ഊണ് അതിനുള്ള കറികളും റെഡിയാക്കാം. 2 മിനിറ്റും കൂടെ അങ്ങ് അടച്ച് വെക്കാവേ. ഇപ്പം 2 മിനിറ്റും കൂടെ ആയി. ഇപ്പം ക്യാരറ്റിന് ഒരുപാട് വേവില്ലെന്ന് അറിയാമല്ലോ. അപ്പം ജസ്റ്റ് ഒന്നും കൂടെ ഇളക്കിയിട്ടിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സിമ്പിൾ തോരൻ റെഡിയായേ. നമുക്കിനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കട്ടിയുള്ള ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി നമുക്ക് ഓരോ പീസ് ഇങ്ങോട്ടിട്ട് വറുത്തെടുക്കാം. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ. ഇടയ്ക്കൊന്ന് ബാക്കിയുള്ള ചിക്കൻ കൂടെ അങ്ങ് കോരി മാറ്റാം. നമുക്ക് ചിക്കൻ എല്ലാം വറുത്ത് കോരി അതിലോട്ട് എക്സ്ട്രാ ഉള്ള എണ്ണയും മാറ്റി. അപ്പോൾ അതിൽ കുറച്ച് പൊടിയും കുറച്ച് എണ്ണയും കൂടെ അതിലുണ്ട്. അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുവാണ്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒന്നങ്ങ് മൂപ്പിക്കാം നമുക്ക്. ഇതിലോട്ട് ഞാൻ ഒരു കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുവാണ്. കുറച്ച് കറിവേപ്പില ഇടാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ അങ്ങ് ചേർക്കാം. നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം.
നല്ല കളറായിട്ടില്ലേ, നോക്കിക്കേ. ഇനി ഇതിലോട്ട് ഒരു വലിയ സവോള അങ്ങനെ സ്ലൈസ് ചെയ്തതേ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാവേ. ഒരു പകുതി നാരങ്ങയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞ് ചേർക്കാവേ. ഒന്നങ്ങ് മിക്സ് ചെയ്യാം. ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല നാടൻ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒഴിച്ചു കൂട്ടാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഒരു 3/4 മുറി തേങ്ങ എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് തൈര് നന്നായിട്ട് ഉടച്ച് അങ്ങോട്ട് എടുക്കുവാണ്. ആ തൈരിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ തൈരും ആ തേങ്ങായും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ. ഇനി ഇതിലോട്ട് ഒന്ന് വഴറ്റിടാനായിട്ട് ഒരു ഇടത്തര സവോളയും പിന്നെ ഒരു 2-3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അരിഞ്ഞ്. ഒരു പാൻ അടുപ്പിൽ വെച്ചു. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. ഒരു നുള്ളു ജീരകം, അത് ഓപ്ഷണലാണ് കേട്ടോ. പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കതിലോട്ട് അരിഞ്ഞിട്ട് സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർക്കാവേ. ഒന്നങ്ങ് വഴറ്റാം. കുറച്ച് കറിവേപ്പിലോട്ട് കൂടി ചേർത്ത് കൊടുക്കാവേ. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തൈരിലൊന്നും ഉപ്പിട്ടിട്ടില്ല. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. അതും ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിലും ജില്ലയിൽ ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ എന്തായാലും ഒരു പൊടിക്ക് ചേർക്കുന്നുണ്ട്. ഇത് ഒരുപാടൊന്നും വാഴച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ മിക്സിങ്ങില്ലേ, തൈരും തേങ്ങായും കൂടി ചേർത്ത് മിക്സർ ഇതിലോട്ട് ചേർക്കണം. അടുപ്പ് ഞാൻ ഓഫ് ചെയ്യുവാണ്. ചേർത്ത് കൊടുത്തു. ഒന്നങ്ങ് മിക്സ് ചെയ്യാം. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമില്ലെങ്കിൽ. അപ്പോൾ നമ്മുടെ ഒഴിച്ചു കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ജസ്റ്റ് വാടിയ സവോള കടിക്കാൻ നല്ല ക്രഞ്ചിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്.